ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ജനുവരി 6 തിങ്കളാഴ്ച തിരുസഭാ മാതാവ് വചന വിചിന്തനത്തിനായി നൽകുന്ന സുവിശേഷ ഭാഗം മത്തായിയുടെ സുവിശേഷം 4 അധ്യായം 12 മുതൽ 17 വരെയും 23 മുതൽ 25 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. യേശുനാഥൻ തൻ്റെ ദൗത്യം ആരംഭിക്കുന്നു. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. വിജാതീയരുടെ ഗലീലി എന്നറിയപ്പെടുന്ന സെബുലൂൺ, നഫ്താലി എന്നീ പ്രദേശങ്ങളിലാണ് യേശു തൻ്റെ ദൗത്യം ആരംഭിക്കുന്നത്. യഹൂദരും വിജാതീയരും ഒരുമിച്ച് കിടക്കുന്ന ഈ പ്രദേശങ്ങൾ തിരഞ്ഞെടുത്തത് യേശുവിൻ്റെ ദൗത്യത്തിൻ്റെ സാർവത്രികത വെളിപ്പെടുത്തുന്നു. ആത്മീയ അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന സെബുലൂൺ, നഫ്താലി പ്രദേശങ്ങളിലെ യഹൂദജനത്തെ പുത്തൻ ദൈവാനുഭവത്തിലേക്കും ആത്മീയ പരിവർത്തനത്തിലേക്കും വഴി നടത്തുകയാണ് ഈശോയുടെ ദൗത്യം. ദൈവത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അനിവാര്യതയാണ്. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ അനുതാപം നിറഞ്ഞ ഓരോ തിരിച്ചുവരവുകളെയും ആഘോഷമാക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. നീ ലോകത്തിൻ്റെ, ശരീരത്തിൻ്റെ, പിശാചിൻ്റെ മായ വലയങ്ങളിൽപ്പെട്ട് അന്ധകാരത്തിലാണോ ജീവിക്കുന്നത്? വിജാതീയരെ പോലെ ദൈവാനുഭവമില്ലാതെയാണോ ജീവിക്കുന്നത്? മനസ്സ് തിരിഞ്ഞ് ദൈവത്തിലേക്ക് വരാൻ, ക്രിസ്തുവിൻ്റെ പ്രകാശത്തിൽ മുന്നേറാൻ, ഒരു പുത്തൻ ദൈവാനുഭവത്തിലേക്ക് കടന്നു വരാൻ ഈ ഒരു പുതുവർഷത്തിൽ നമുക്ക് ആഗ്രഹിക്കാം, പരിശ്രമിക്കാം. സ്നേഹം നിറഞ്ഞവരെ, സ്നാപക യോഹന്നാൻ ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോഴാണ് ഈശോ തൻ്റെ ദൗത്യം ആരംഭിക്കുന്നത്. സ്നാപക യോഹന്നാൻ തൻ്റെ ഓട്ടം നന്നായി പൂർത്തിയാക്കിയ മനുഷ്യനാണ്. ഉദരത്തിലായിരിക്കുമ്പോഴേ പരിശുദ്ധാത്മാവ് നിറഞ്ഞ മനുഷ്യൻ. മരുഭൂമി അനുഭവത്തിലൂടെ, പരിത്യാഗം നിറഞ്ഞ ജീവിതത്തിലൂടെ ഒരു ജനതയെ അനുതാപത്തിലേക്കും ദൈവാനുഭവത്തിലേക്ക് നയിച്ച ഒരു മനുഷ്യൻ. ഇതുപോലെ യേശുനാഥനും തൻ്റെ ദൗത്യം ആരംഭിക്കുന്നതിന് മുൻപ് 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നീട് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഈശോയെ നമുക്ക് കാണുവാൻ സാധിക്കും. പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പിശാചിൻ്റെ പരീക്ഷണങ്ങളെ അതിജീവിക്കുന്നുണ്ട്. ബന്ധിതർക്ക് മോചനം നൽകാനും, അന്ധർക്ക് കാഴ്ച നൽകാനും, രോഗികളെ സുഖപ്പെടുത്താനും, പിശാചിനെ പുറത്താക്കാനും, ജനങ്ങളെ വിശുദ്ധീകരിക്കാനുള്ള തൻ്റെ ദൈവിക പദ്ധതിയെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കുന്നുണ്ട്. ദൈവജനത്തിൻ്റെ നവീകരണം സഭയിലെ ശുശ്രൂഷയിലൂടെ ഇന്നും സംജാതമാകുന്നുണ്ട്. ദൈവം നൽകുന്ന പ്രേരണകളെ ഉൾക്കൊണ്ട് നമുക്കും ദൈവരാജ്യം സ്വന്തമാക്കാം.